പക്ഷെ അങ്ങ് പറഞ്ഞ ഇൻട്രോയിൽ നിന്ന് തുടങ്ങി അതിനൊരു മറുപടി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. അങ്ങ് പറഞ്ഞു 2015 ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇത് NDA ആണ്, UPA അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ രാജികൾ ഉണ്ടാകേണ്ടുന്നതില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ചോദിക്കാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ UPA കാലഘട്ടത്തിൽ ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് ലിസ്റ്റ് ഇട്ട് തരാം. ഇവിടെ ഉണ്ടായിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചകളുടെ ഒരു ലിസ്റ്റ് ഞാൻ എടുത്തു തരാം 2014 വരെ. അതിനുശേഷവും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പരീക്ഷകളുടെ വീഴ്ചയും അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം ഒരു ലിസ്റ്റ് ഞാൻ എടുത്തു തരാം. ഇവിടെ ആര് രാജിവെച്ചു എന്ന് ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് ചോദിച്ചാൽ പറയുവാൻ അങ്ങേക്കോ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കോ ഉത്തരവുണ്ടോ? ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനൊരു വീഡിയോ കാണുകയായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഒരു രാജസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയാണെന്ന് തോന്നുന്നു, ഒരു അഡ്രസ് ചെയ്യുന്ന ഒരു റാലിയാണ്. ആ റാലിക്കകത്ത് അവരുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചയെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവർ പറയുകയാണ്, നിരന്തരം ഇവിടെ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നുണ്ട്, ഞങ്ങളിത് ആഗ്രഹിക്കുന്നതല്ല, ഞങ്ങളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് അത്ര എളുപ്പമല്ല എന്നാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. വേണമെങ്കിൽ അങ്ങേക്ക് ഞാൻ ആ വീഡിയോ അയച്ചു തരാൻ തയ്യാറാണ്. അപ്പോ ഈ പറയുന്ന രാജസ്ഥാനിൽ ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ UPA കാലഘട്ടത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഉണ്ടായിരുന്ന വലിയ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് PSCയുമായി ബന്ധപ്പെട്ടിട്ട് ആസൂത്രണ ബോർഡിനകത്ത് നിയമനം നടത്തുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എങ്ങനെയാണ് ഇടതുപക്ഷക്കാർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ചിലർക്ക് അവിടെ നിയമനം നൽകാൻ വേണ്ടിയിട്ട് ആ പരീക്ഷകൾ അട്ടിമറിക്കപ്പെട്ടെന്നുള്ളത്. 2018 ശിവരഞ്ജിത്തും നസീമും ഉൾപ്പെടെയുള്ള ആൾക്കാർ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് അവര് ഇടുക്കിയിലോ വയനാട്ടിലോ എന്തോ സെന്റർ കിട്ടേണ്ടവരായിരുന്നു. പക്ഷേ ഈ സംവിധാനങ്ങൾക്കകത്ത് നിന്നുകൊണ്ടുള്ള ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സെന്ററാക്കി എടുത്തുകൊണ്ട് അവർ അവിടെ തിരിമറി നടത്തി 1ാം റാങ്ക് PSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷ മുഴുവനായിട്ട് റദ്ദാക്കി കളയേണ്ടുന്ന സാഹചര്യം പിന്നീട് ഉണ്ടായി. നോക്കണം, നമ്മളൊന്ന് ആലോചിക്കണം, ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് എന്താണ് സർക്കാർ തലത്തിൽ കണ്ടുപിടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ അല്ല, ഒരു കത്തിക്കുത്തുണ്ടായതുകൊണ്ട് മാത്രമാണ്. ഇവിടെ അങ്ങ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, കേന്ദ്ര സർക്കാർ കുലുങ്ങുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഒരു വളരെ ബഹുമാനപൂർവ്വം ഞാനൊരു കാര്യം പറയുകയാണ്. മെയ് 3-ാം തീയതിയാണ് നീറ്റ് എക്സാം നടന്നത് 2026. മെയ് 3-ാം തീയതി നടന്ന നീറ്റ് എക്സാമിനെ തുടർന്നിട്ട് 4 ദിവസങ്ങൾക്കകത്ത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് കണ്ടെത്തുന്നത് ഇതിന്റെ അകത്ത് ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. തൊട്ടടുത്ത ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ ഒരാഴ്ചക്കകം തന്നെ ആ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്യുന്നു. CBI എൻക്വയറി ഓർഡർ ചെയ്യുന്നു. മെയ് 12-ാം തീയതി തന്നെ 13ഓളം പേര് അറസ്റ്റിലാകുന്നു. ജൂൺ 16-ാം തീയതി എക്സാം നടക്കുന്നു. ജൂൺ 21-ന് എക്സാം നടക്കുന്നു. ജൂലൈ 16-ാം തീയതി റിസൾട്ട് വരുന്നു. 21 ലക്ഷം പേര് ഈ രാജ്യത്ത് നീറ്റ് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നു. 56% പേര് ആ പരീക്ഷയിൽ കട്ട് ഓഫ് മാർക്ക് കടന്ന് മുമ്പോട്ടേക്ക് പോകുന്നു. അപ്പോ ഇവിടെ എവിടെയാണ് കേന്ദ്ര സർക്കാർ കുലുങ്ങുമോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു വിഷയം ഉണ്ടാവുകയും ആ വിഷയത്തിനെ അഡ്രസ് ചെയ്യാതെ ആ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങ് ഈ ചോദിക്കുന്നതിനകത്ത് അർത്ഥം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ വിഷയത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ആ വിഷയത്തെ ഓൺ ചെയ്യുകയും ആ വിഷയത്തെ ക്രിയാത്മകമായിട്ട് പരിഹരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ വിഷയത്തിന്റെ അകത്ത് പരിഹരിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് അതിനനുസരിച്ച് പരിഹരിക്കാം. അതിന് നടക്കേണ്ടത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് നടക്കേണ്ടത്. അതിന് അവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം, യാതൊരു ബുദ്ധിമുട്ടും.